സമസ്ത ശതാബ്ദി അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിൽ ഇന്ന് കാസർഗോഡ് കുണിയയിൽ തുടക്കമാകും. പ്രതിനിധികൾ എത്തിത്തുടങ്ങി. സമ്മേളനം പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 4:30 100 പതാകകൾ സമ്മേളന നഗരിയിൽ ഉയരുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാകും. സംസ്ഥാന അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന് ഇന്ന് ഈ വേദിയിൽ തുടക്കമാവുകയാണ്. വിപുലമായ സൗകര്യമാണ് ഈ വേദിയിൽ ഒരുക്കിയിട്ടുള്ളത്. പ്രതിനിധികൾ ഇപ്പോൾ മുതൽ തന്നെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് 2 മണിക്ക് തളങ്കരയിൽ നിന്ന് 100 പതാകകൾ ഈ സമ്മേളന നഗരിയിൽ എത്തിക്കും. 3:30 വളണ്ടിയർ മാർച്ചോടുകൂടിയായിരിക്കും സമ്മേളന നഗരിയിൽ ഉയർത്തേണ്ടുന്ന പതാകകൾ ഇവിടെ എത്തിക്കുക. 4:30 മണിക്ക് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആദ്യ പതാക ഉയർത്തും. അതോടെ സമ്മേളനത്തിന് ഔദ്യോഗികമായി തുടക്കമാവും. മറ്റു നേതാക്കളും പോഷക സംഘടനാ ഭാരവാഹികളും മറ്റു 99 പതാകകൾ കൂടി ഉയർത്തും. വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷത വഹിക്കും. 8-ാം തീയതി വരെയാണ് ഈ സമ്മേളനം നടക്കുക. നാളെ ഈ സമ്മേളനത്തിൽ പ്രബോധിതരുടെ സംഗമമാണ് നടക്കുന്നത്. രാത്രി ആത്മീയ സംഗമവും നാളെ ഒരുക്കിയിട്ടുണ്ട്. മറ്റന്നാൾ വൈകുന്നേരമാണ് ഇവിടെ 33,313 പ്രതിനിധികളുടെ സമ്മേളനം നടക്കുന്നത്. ശനിയാഴ്ചയും ആ സമ്മേളനം തുടരും. ഞായറാഴ്ചയാണ് ഈ മഹാസമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനം നടക്കുന്നത്. 3 സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രി, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ സിദ്ധരാമയ്യ തുടങ്ങിയ മുഖ്യമന്ത്രിമാർ ഈ സമ്മേളനത്തിൽ എത്തുന്നുണ്ട്. അതോടൊപ്പം ഈ സമ്മേളനം വലിയ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കി. ഈ സമ്മേളനത്തിൽ 33,313 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. ആ പ്രതിനിധികൾക്കുള്ള പ്രീ ക്യാമ്പുകൾ ഈ സമ്മേളനത്തിന് മുൻപ് തന്നെ നടത്തിയിരുന്നു. അങ്ങനെ വിവിധ തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിച്ചാണ് ഈ പ്രതിനിധികളെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ലക്ഷക്കണക്കിന് പേർ ഈ മഹാസമ്മേളനത്തിൻ്റെ പൊതുസമ്മേളനത്തിന് എത്തിച്ചേരും എന്ന് അറിയിച്ചിട്ടുണ്ട്. കുണിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അതിവിപുലമായ സൗകര്യങ്ങളുള്ള ഈ പറമ്പിലാണ് ഈ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അതിൻ്റെ കുണിയ സ്ഥാപനങ്ങളുടെ പ്രധാന വേദിയിലാണ് ഇതിൻ്റെ മഹാസമ്മേളനം നടക്കുക. ഈ സമ്മേളനത്തിൻ്റെ ഈ ക്യാമ്പ് സൈറ്റിൻ്റെ കോർഡിനേറ്റർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഏതൊക്കെ സൗകര്യങ്ങൾ ഇപ്പോൾ തന്നെ പ്രതിനിധികൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് സമ്മേളനം ആരംഭിക്കുന്നത്. എന്തൊക്കെ സൗകര്യങ്ങൾ ഒരുക്കി? ഇന്ന് 10,000 പേർ പങ്കെടുക്കും. എത്ര പേര് ആണ് എത്തുക? എന്തൊക്കെ സൗകര്യങ്ങളാണ് ഈ സമ്മേളനത്തിൽ ഒരുക്കിയിട്ടുള്ളത്? ഈ ക്യാമ്പിൽ 33,313 ആളുകൾക്ക് ഇരിക്കാവുന്ന എല്ലാ സൗകര്യവും ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇരിക്കാനുള്ളത്, അവർക്ക് നിസ്കരിക്കാനുള്ളത്, അവർക്ക് കിടക്കാനുള്ളത്, ബാത്റൂം സിസ്റ്റങ്ങൾ, അങ്ങനെ എന്താണോ ആവശ്യങ്ങൾ ആ ആവശ്യങ്ങൾ പൂർണ്ണമായി സജ്ജീകരിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഏറ്റവും നല്ല ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള, ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള പടുകൂറ്റൻ 3 പന്തലുകൾ. ഓരോ പന്തലും 11,000 ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. പിന്നെ 2 ഭാഗത്തായിട്ട് ഇതിൽ കിടക്കാൻ കഴിയാത്ത ആൾക്ക് സ്ലീപ്പിംഗ് ടെൻ്റ് പറയുന്ന വിശാലമായ സ്ലീപ്പിംഗ് ടെൻ്റുമുണ്ട്. നമ്മുടെ സമ്മേളനം ഇന്ന് 7 മണിയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ഔദ്യോഗികമായിട്ട് അതിൻ്റെ അതിഥികൾ എപ്പോഴാണ് എത്തിത്തുടങ്ങുക? പതാക ജാഥ 2 മണിക്ക് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങളൊക്കെ. പതാക ജാഥ കാസർഗോഡ് നിന്നാണ് ആരംഭിക്കുന്നത്. അതൊരു 3 മണിയോടാകുമ്പോഴേക്കും ഇൻഷാ അല്ലാഹ് ഇവിടെ എത്തിച്ചേരും. ഇവിടെ എത്തിക്കുന്നൊരു സാംസ്കാരിക ഘോഷയാത്രയായിട്ടാണ് വരിക. അതോടൊപ്പം തന്നെ വിക്കായൻ്റെ 3000-ൽ അധികം വരുന്ന ഉൾക്കൊള്ളുന്ന റൂട്ട് മാർച്ച് ഉണ്ട്. അങ്ങനെ അവർ വന്ന് മെയിൻ വേദിൻ്റെ അവിടെയാണ് 100 പതാക ഉയർത്തുന്നത്. അപ്പോൾ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സംസ്ഥാന ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകളാണ് 100 ആളുകളാണ് പതാക ഉയർത്തുക. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തളങ്കര മാലിക് ദിനാറിൽ നിന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി 100 പതാകകളുമായി ഈ സമ്മേളന നഗരിയിലെത്തും. അതിനുശേഷം വിക്കായ വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ഇവിടെ വളണ്ടിയർ മാർച്ച് നടക്കും. പ്രധാന പൊതുസമ്മേളനം നടക്കുന്ന വേദിയിലാണ് ഈ 100 പതാകകൾ ഉയർത്തുക. ആദ്യ പതാക ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉയർത്തുന്നതോടുകൂടി ഔദ്യോഗികമായി ഈ സമ്മേളനത്തിന് തുടക്കമാവും. കുണിയയിൽ നിന്നും ഷഫീഖ് നസറുള്ള, മീഡിയ 1 കാസർഗോഡ്.